കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന ടൈപ്പാണ്. അതായത് ഫസ്റ്റ് ഡിഗ്രി ഒന്നാം കൃതി ബഹുപദങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം കൃതി ബഹുപദങ്ങളാണ്. രണ്ടാം കൃതി ബഹുപദങ്ങൾ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5. ഇത് രണ്ടാം കൃതിയാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4. ഇത് ഒന്നാം കൃതിയാണ്. ഇത് രണ്ടാം കൃതിയാണ് ഒന്നാം കൃതിയും എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ എക്സിന്റെ പവർ ആയി വന്നിരിക്കുന്നത് 1. ഇവിടെ എക്സിന്റെ പവർ എത്രയാണ്? ഒന്ന്. ഇങ്ങനെ എക്സിന്റെ പവർ 2 ആക്കുന്ന പോളിനോമിയൽസിനെ നമ്മൾ രണ്ടാം കൃതി അഥവാ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് എന്ന് പറയുന്നു. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിന്റെ കോമൺ ഫോർമാറ്റ് എന്ന് പറയുന്നത് ജനറൽ ഫോം പൊതുരൂപം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് ബി എന്നായിരിക്കും. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? എ എക്സ് പ്ലസ് ബി എന്ന രൂപത്തിലാണ്. ഇതിന്റെ ഗ്രാഫുകളെല്ലാം തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ പഠിച്ചത്. ഇതിന്റെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഗ്രാഫ് എല്ലായ്പ്പോഴും ഒരു യു ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക, ഒരു പരാബോള, യു ഷേപ്പ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിന്റെ രണ്ടാം കൃതി ബഹുപദങ്ങളുടെ ഗ്രാഫ് എല്ലാം എപ്പോഴും യു ഷേപ്പിലായിരിക്കും, താഴേക്കോ മുകളിലേക്കോ ഒക്കെ ആയിട്ടും മാറുകയും ചെയ്യാം. ഇവിടുന്ന് കണ്ടാൽ ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടാൽ ഉറപ്പിക്കാം ഇത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫ് കണ്ടാൽ അത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ ഏതാണ്, ബഹുപദം ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ. ഉദാഹരണമായിട്ട് ഇവിടെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കാം. കണ്ടോ, ഈ ചുവന്ന് നടക്കുന്ന കർവ് ബേസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇതെന്താണ്? സെക്കൻഡ് ഡിഗ്രി ആണ്, രണ്ടാം കൃതിയാണ്. ഓക്കെ, ഇതിന്റെ പൊതുരൂപം നമുക്കറിയാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള രൂപത്തിലാണ്, നമുക്കറിയാവുന്ന കാര്യം. പിന്നെ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് ഇവിടെ എ ബി സി 3 അൺലോൺ ഉണ്ട്, അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് 3 ഇക്വേഷൻസും വേണ്ടി വരും, 3 ഡാറ്റ വേണം. ഇവിടെ നോക്ക്, ആദ്യം നമ്മൾ ഇത് ഏതായിരുന്നു? പി ഓഫ് എക്സ് ആയിരുന്നു, ഇത് എക്സ് ആയിരുന്നു. പി ഓഫ് എക്സിൽ ആദ്യം കട്ട് ചെയ്തത് ഏതാണ്? 3-ലാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? കഴിഞ്ഞ സെക്ഷൻ അനുസരിച്ച് പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -3 ആണ്. ഇത് ഏതായിരുന്നു വില? 1. എക്സ് വാല്യൂ 1 ആവുന്ന സമയത്ത് പി ഓഫ് എക്സിന്റെ വില എത്രയായിരുന്നു വരിക? 0. നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി? പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇത് എന്താവും വരിക? 3-ലാണ് കിടക്കുന്നത്. സോ പി ഓഫ് 3 ഇസ് ഈക്വൽ ടു എത്ര വരും? 0. അതായത് ഈ കാര്യങ്ങൾ എഴുതി വെച്ചാൽ നമുക്ക് ആദ്യം പറയാവുന്ന കാര്യം പി ഓഫ് 0 ഈക്വൽസ് എത്ര വന്നു? -3. പി ഓഫ് 1 ഇസ് ഈക്വൽ ടു എത്ര വന്നു? പി ഓഫ് 1 ഇസ് ഈക്വൽ ടു പറയാം, പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 0. പി ഓഫ് 3 ഇസ് ഈക്വൽ ടു 0. നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കറിയാം ഇത് സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് ഇതിന്റെ പൊതുരൂപം എന്താണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. നമ്മൾ ഓരോ ഇക്വേഷനായിട്ട് അപ്ലൈ ചെയ്യാം. ആദ്യം പി ഓഫ് 0 ഇസ് ഈക്വൽ ടു -3. എക്സിന് എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാം? 0 എന്ന് കൊടുക്കുക. 0 കൊണ്ട്, അതായത് എ ഇൻറ്റു 0 പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി ഇസ് ഈക്വൽ ടു എത്ര വന്നു? -3. ഇത് 0 ആയി, ഇത് 0 ആയി, ബാക്കി ആരേ ഉള്ളൂ? അതിൽ സി ഇസ് ഈക്വൽ ടു -3. ഇപ്പൊ നമ്മളെ പോളിനോമിയൽ എന്തായി മാറി? പി ഓഫ് എക്സ് ബഹുപദം പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ്. സി എത്രയാണ്? -3. സെക്കൻഡ് കേസ് നോക്ക്, പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 0 ആണ്. പി ഓഫ് 1 ഇസ് ഈക്വൽ ടു
0 എന്ന് പറയുമ്പോൾ എക്സ് കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? 1 കൊടുക്കും. എ ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് 3 ഈക്വൽസ് എത്ര വന്നു? 0. 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്കറിയാം 1 തന്നെയാണ്. സോ എ പ്ലസ് ബി മൈനസ് 3 ഈക്വൽസ് 0. അതായത് നമുക്ക് നോക്കാം എ പ്ലസ് ബി ഈക്വൽ 3. ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു വെച്ചു. ഇനി നോക്ക് രണ്ടാമത്തെ കേസ്. പി ഓഫ് 3 is equal to 0 ആണ്. അപ്പൊ എക്സ് കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? 3 എന്ന് കൊടുക്കണം. എ ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 3 മൈനസ് 3 ഈക്വൽ 0. അതായത് 9a പ്ലസ് 3b മൈനസ് 3 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 3. ഈ ഇക്വേഷൻ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ സംഭവിക്കും 3a plus b equals 1. Keep it as equation number 2. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? a plus b equals 3. ഇതിന്റെ രണ്ടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു. രണ്ടാമത്തെ ഇക്വേഷനിൽ ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കുമ്പോൾ 3a നിന്ന് ഒരു a കുറച്ചാൽ 2a പ്ലസ് ബിയിൽ നിന്ന് b കുറച്ച് 0. 1ൽ നിന്ന് 3 കുറച്ചാൽ -2. ദാറ്റ് ഈസ് a is equal to 2a is equal to -2. This a is equal to -2 divided by 2, that is -1. a കിട്ടി. ഇനി നമ്മൾ എന്റെ വില ഇക്വേഷൻ 1ൽ a is equal to -1 ഇക്വേഷൻ 1 കൊടുത്ത് എന്താ കിട്ടുക നോക്കാം. ഇക്വേഷൻ 1 എന്തായിരുന്നു? a plus b equal to 3. അതായത് -1 plus b is equal to 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ b എന്താ വരിക? 3 മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? പ്ലസ് ആയി മാറും. എത്ര വന്നു? 4. ഇപ്പൊ നമുക്ക് a കിട്ടി. a എത്ര കിട്ടിയത്? -1. b എത്ര കിട്ടി? 4. c എത്ര വന്നു? -3. സോ നമ്മളെ p ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായി മാറി? ax സ്ക്വയർ, ദാറ്റ് ഈസ് -x² പ്ലസ് 4x -3. ഓക്കെ, സോ സിമ്പിൾ മെത്തേഡാണ്, ശ്രദ്ധിച്ച് നോക്കാം.